ഇല്ലാടികളെ ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ സത്യം പറയാലോ നമ്മൾ എന്തിന് കേരളത്തിൽ ജനിച്ചു എന്നൊരു തോന്നലാണ് ഇല്ലാതെ എനിക്ക് വരുന്നത്. സത്യമായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള കേസുകൾ പലതരത്തിൽ കുറെ ആൾക്കാർ കുറ്റം ചുമത്തപ്പെടുന്ന ആൾക്കാർ, കുറെ ആൾക്കാർ കുറ്റം തെറ്റ് ചെയ്യാത്ത ആൾക്കാർ ശിക്ഷിക്കപ്പെടുന്ന ഒരു നാടായി മാറി ഇപ്പൊ കേരളം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാൻ ബസ്സിന്റെ കാര്യത്തിൽ എന്താ വെച്ചാൽ ബസ്സിന്റെ കേസിൽ എന്തോ ബസ് യുവതിയെ അതിക്രമിച്ചു അല്ലെങ്കിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് അതൊരു കേസായി നോക്കുമ്പോൾ ഒരു യുവാവ് മരിച്ചു. അതുപോലെ കുറേ സംഭവങ്ങൾ കില്ലട നമ്മൾ കാണാൻ ഇടയായി. നിങ്ങൾക്ക് ന്യൂസുകളൊക്കെ എടുത്ത് നോക്കി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ കില്ലട ഒരു മോഷണക്കുറ്റം ആരോപിച്ചെന്ന് പറഞ്ഞാൽ കാസർഗോഡ് ഒരു കുട്ടിയാണ് പോകുന്നത്, കില്ലട ചേച്ചിയാണ് പോകുന്നത്. കാസർഗോഡിൽ ചേച്ചി ജീവനൊടുക്കിയിരിക്കുകയാണ്. ഏകദേശം മോഷണക്കുറ്റം കുറേ ആൾക്കാർ നാട്ടുകാരും പിന്നെ അതുപോലെ തന്നെ വേറെ ആർക്കോ മോഷണക്കുറ്റം ആരോപിച്ച ശേഷം ആ ചേച്ചി മനംതോന്ത് വിഷം കഴിച്ചു കില്ലട. ഇപ്പോൾ ചികിത്സയായിരുന്ന ചേച്ചി മരിച്ചിരിക്കുകയാണ്. ഞാൻ എന്തായാലും ന്യൂസ് ആദ്യം വെക്കാമല്ലോ കില്ലട, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല. ഞാൻ ഇന്നലെ സൈഷം വന്നപ്പോഴാണ് എനിക്ക് കണ്ടത്. അതുവരെ ഞാൻ ന്യൂസ് അങ്ങനെ ശ്രദ്ധിച്ചില്ല കില്ലട. അപ്പൊ ഞാൻ ആ ന്യൂസ് ഫസ്റ്റ് വെക്കാം, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. കേരളത്തിന്റെ അവസ്ഥകളുടെ വല്ലാത്തൊരു പോക്കാണ്. ശ്രീനാരായണ ഗുരു ആരെ പറഞ്ഞ കേരളം ഒരു ഭ്രാന്താലയം എന്ന് പറഞ്ഞ പോലെ അതുപോലത്തെ ഒരു അവസ്ഥയായിരിക്കണം ഇപ്പൊ നമ്മുടെ കേരളം. എന്തായാലും ഞാൻ ആ വീഡിയോ ഒന്ന് വെക്കാം, ന്യൂസ് ചെയ്തിട്ട് ബാക്കി പറയാം. മോഷണക്കുറ്റം ആരോപിച്ച് അപമാനിക്കപ്പെട്ടതിൽ മനം നൊന്ത് യുവതി ജീവനൊടുക്കിയെന്ന് പരാതി. നാലത്തടുക്ക സ്വദേശി ജസീലയാണ് വിഷം കഴിച്ച് ചികിത്സയിലിരിക്കെ മരിച്ചത്. വിഷം കഴിക്കും മുൻപ് ജസീല ചിത്രീകരിച്ച വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മാൻ്റെ ഗോൾഡ് മിസ്സായിന്. അത് ഞാൻ എടുത്തുന്നാ പറയുന്നത്. ഞാൻ എടുത്തിട്ട് പോലില്ല, കരയത്ത് പോലില്ല, അങ്ങനത്തെ ഒരു സ്വർണ്ണം ഉള്ളത് പോലും. ഞാൻ റിട്ടേൺ കംപ്ലൈൻറ്റ് എടുക്കാന്ന് വിചാരിച്ചാൽ അതൊരു പോലീസ് സ്റ്റേഷനിലത്തെ ആൾക്കാർ അതിന് സമ്മതിക്കണമില്ല. അവർ നിന്റെ ഭാഗത്ത് തന്നെ പോയിട്ടെന്ന് പറഞ്ഞിട്ട് എന്നെ റിട്ടേൺ കംപ്ലൈൻറ്റ് എടുക്കാൻ വരെ സമ്മതിക്കണില്ല. ഏറെ സങ്കടകരമായ കാര്യമാണ്. കാരണം 24 വയസ്സുള്ള യുവതിയാണ്, 2 ചെറിയ കുട്ടികളുടെ മാതാവാണ്. എന്തായാലും ദൗർഭാഗ്യകരമായ സംഭവം നടന്നിരിക്കുന്നു. ഇത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ആദൂർ മേഖലയിലുള്ള ഭർത്താവിൻ്റെ വീടിനടുത്തുള്ള ഭർത്താവിൻ്റെ കൂടെ സുഹൃത്തായിട്ടുള്ള ഒരു ആളുടെ വീട്ടിൽ നിന്ന് പോയ സ്വർണം മോഷണം പോയി. ആ മോഷണം നടത്തിയത് ജസീലയാണെന്ന ആക്ഷേപമാണ് ഉയർന്നത്, ആരോപണമാണ് ആദ്യഘട്ടത്തിൽ ഉയർന്നത്. തുടർന്ന് അവർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ആദൂർ പോലീസ് തുടർന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ജസീലയെ വിളിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. തുടർന്ന് ജസീലയും മാതാവും ആദൂർ പോലീസ് സ്റ്റേഷനിൽ പോയി കാര്യം വിശദീകരിച്ചു. താൻ ഇത്തരത്തിൽ മോഷണം നടത്തിയിട്ടില്ല, താൻ സ്വർണം എടുത്തിട്ടില്ല എന്ന് വിശദീകരിച്ചു. പക്ഷേ പോലീസ് അത് അംഗീകരിക്കാൻ കൂട്ടായില്ല. കൂടുതലായിട്ട് ജസീല തന്നെയാണ് ഇത് മോഷണം നടത്തിയതെന്ന തരത്തിലാണ് പോലീസ് ഉൾപ്പെടെ സംസാരിച്ചതെന്നാണ് മാതാവ് ഉൾപ്പെടെ പറയുന്നത്. തുടർന്ന് തന്നെ ഇങ്ങനെ അപമാനിക്കുന്നതിനെതിരെ ഒരു പോലീസ് കേസെടുക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ അത് ഇപ്പോൾ സാധ്യമല്ല എന്നും ആദൂർ പോലീസിൽ നിന്ന് പറഞ്ഞതായാണ് മാതാവ് പറയുന്നത്. എന്തായാലും പൊതുസമൂഹത്തിൽ ഇത്തരത്തിൽ അപമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ വലിയ തരത്തിൽ മനോവേദന ഉണ്ടായി. അതേ തുടർന്നാണ് താൻ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതെന്ന് ജീവനൊടുക്കാൻ വിഷം കഴിച്ച് ശേഷം ജസീല പുറത്തു വിട്ട അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് അയച്ചു കൊടുത്ത വീഡിയോയിൽ അപ്പോൾ അതാണ് കില്ലട ന്യൂസ്. നിങ്ങളെ കണ്ടല്ലോ. സ്വന്തം ബന്ധുക്കൾ തന്നെയാണ് കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത്. സ്വർണം പോയി. അപ്പൊ സ്വർണം പോയത് ഇവരാണ് എടുത്ത്, ജസീല എന്ന് പറയുന്ന ചേച്ചിയെ എടുത്തുകൊണ്ട് കംപ്ലൈന്റ് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് അവസാനം ഉദ്ദേശിക്കുക കംപ്ലൈന്റ് കൊടുത്തിട്ട് നോക്കുമ്പോൾ അപമാനിച്ചുകൊണ്ടിരിക്കുക. ആ ചേച്ചി പറയുന്നത് ഞാനെല്ലാം എടുത്തെന്ന്. പക്ഷേ അവരത് കൂട്ടാക്കണില്ല. എന്നിട്ട് ചേച്ചി എന്താ വെച്ചാൽ കേസ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് അവർക്കെതിരെ കേസ് കൊടുക്കുന്നത് വെച്ചാൽ അതിന്റെ പേരിൽ ഇപ്പോഴും ആരോപിച്ചുകൊണ്ടിരിക്കില്ല. അതിന്റെ പേരിൽ കേസ് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പോലീസുകാർ അത് സമ്മതിക്കണമില്ല. ഞാനൊരു കാര്യം പറയട്ടെ കില്ലടല്ലേ, എന്താ സംബന്ധിച്ചില്ല. ഞാൻ പറഞ്ഞ ഒരാളുടെ സൈഡ് അറിയാതെ നമ്മൾ ഒരിക്കലും ഒരാളെ കുറ്റം ആരോപിക്കാൻ പറ്റില്ല. മനസ്സിലായി, മറ്റൊരാളുടെ സൈഡും കൂടി കേൾക്കണം. അപ്പൊ ചേച്ചി എന്താ ജീവൻ പോയി കില്ലട. കുറെ കാര്യങ്ങൾ കേരളത്തിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. എന്താ സംഭവം ഏത് സംഭവം അറിയില്ല. എന്തെങ്കിലും ഒരു പ്രശ്നമില്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറ്റം ഒരാൾ ആരോപിച്ചു കഴിഞ്ഞാൽ അയാളെ അറസ്റ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ അയാൾക്കെതിരെ കേസെടുക്കുക, ഇല്ലെങ്കിൽ അയാളുടെ പേരിൽ സമൂഹം മൊത്തം എതിരെ തിരിയുക. ഇത് എന്തോന്നില്ല സത്യം പറഞ്ഞാൽ ആളുടെ ഭാഗം കൂടി കേൾക്കാനുള്ള ഒരു അവസരം ഒരു മനസ്സുമാണ്. അപ്പൊ ചേച്ചി കണ്ടില്ല. ഇപ്പൊ ആ വിഷം കഴിക്കാൻ മുമ്പ് അവസാനം എടുത്ത വീഡിയോ ആണ് അത്. വീഡിയോ എടുത്ത സംഭവം എങ്ങനെയാണ് സംഭവം ആയിട്ട് സത്യം പറയില്ല. നമ്മുടെ നാടിന്റെ പോക്ക് ഇവിടെ ഒന്നും നിൽക്കൊന്നുമില്ല. വല്ലാത്തൊരു അവസ്ഥയെ പോയിക്കൊണ്ടിരിക്കും. ഇനിയും ഇങ്ങനെ പോവാണെങ്കിൽ പല കാര്യങ്ങളും നടക്കും, പലതും ഇല്ലാതാവും ചെയ്യും. വേണേ നോക്കിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്കായിരിക്കും നമ്മൾ പോകാൻ പോകുന്നത്. സത്യമായിട്ട് അതിന്റെ കാര്യമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് നിങ്ങളൊരു ഇപ്പൊ പോലീസ് അങ്ങനെ ആയിക്കോട്ടില്ല. എന്താ വെച്ചാൽ കേസെടുത്തു, അവർക്ക് എന്താ വെച്ചാൽ പെട്ടെന്ന് കിട്ടി കേസെടുക്കും. പക്ഷേ ഞാൻ ഒരു കാര്യം പറയുമ്പോൾ നമ്മുടെ സമൂഹം എന്നൊരു സംഭവം നമ്മളെന്ന് വെച്ചാൽ ഒരാളുടെ ഭാഗം മാത്രം കേൾക്കാതെ എന്താണോ ശരിയില്ലെങ്കിൽ എന്താണോ സംഭവം എന്നുള്ളത് നമ്മൾ കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാണ്ട. അപ്പൊ ചേച്ചി സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ടപ്പോൾ പെട്ടെന്ന് സങ്കടമൊന്നുമില്ല. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ കള്ളൻ എന്ന് വിളിക്കാൻ വല്ലാത്തൊരു അവസ്ഥയാണ്. അതും പുള്ളിക്കാരൻ തെറ്റ് ചെയ്തില്ല പറഞ്ഞാലേ അവർക്ക് കള്ളനാണ് നീ കള്ളനാണെന്ന് പറയുമ്പോൾ അവർക്കാണ് വേദന, ഒരു വല്ലാത്ത വേദന ആയിട്ടുള്ള മറ്റു കാര്യമില്ല. അന്നേരം ഇനിയും ഇതുപോലുള്ള വാർത്തകൾ കേൾക്കാൻ ഇടയാവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.